ചുരുക്കത്തിൽ പറഞ്ഞാൽ തെറ്റിനെ വിമർശിക്കുന്നത് ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ദൗർബല്യങ്ങളെയും വീഴ്ചകളെയും നിരന്തരം പ്രചരിപ്പിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ തന്തയില്ലായ്മത്തരമാണ്. എങ്ങനെയാണ് ഇത് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്? നിരന്തരം ജനങ്ങളുടെ മുമ്പിൽ വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ അനാവശ്യങ്ങൾ പറയാനും അവിഹിതങ്ങൾ പ്രചരിപ്പിക്കാനും ആരുടെ നേരെയും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാനും. ഉമ്മാക്ക് വരെ മകൾ അവിഹിതമുണ്ടാക്കി കൊടുക്കുന്നു. വിവാഹപ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പോലും പരസ്യമായി ഇവർ വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്നു. ഭാര്യയും സുഹൃത്തും തമ്മിൽ കുൽസിത കഥകൾ പറഞ്ഞ് രസിക്കുമ്പോൾ അത് കണ്ടുനിന്ന് അപ്പുറത്ത് ഭർത്താവ് ആനന്ദ നൃത്തമാടുന്നത്രേ. ആദ്യകാലങ്ങളിൽ ജീവിതത്തിലെ വലിയൊരു ദുഃഖകരമായ അവസ്ഥ പങ്കുവെച്ചുകൊണ്ടാണ് സ്ത്രീ യൂട്യൂബ് ചാനലിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. പതിയെ പലരും സഹായിച്ചും ഇവരുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ സാഹചര്യത്തിന് പല മാറ്റങ്ങളും വരാൻ തുടങ്ങി. ഒരു വീടായി. എന്നാൽ പിന്നീട് ഭർത്താവില്ലാത്ത ഈ സ്ത്രീ പ്രണയബന്ധത്തിലേക്ക് കടക്കുകയും ആ വിവരം പുറത്തായതോടെ അതുവരെ പിന്തുണച്ച ജനങ്ങൾ ഇവരെ മോശമായി ചിത്രീകരിക്കാനും തുടങ്ങി. അതിനും കാരണമുണ്ട്. ഹിജാബിട്ട് ഭയഭക്തിയോടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്ന പെണ്ണ് പിന്നീട് സിനിമാറ്റിക് ഡാൻസ് ആടുന്നത് കണ്ടാൽ പിന്നെ ജനങ്ങൾ എന്തു പറയണം? അങ്ങനെ പല കോലാഹലങ്ങളുണ്ടായി. 3 മക്കളുടെ ഉമ്മയായ ഈ സ്ത്രീയുടെ നേരെ സ്വന്തം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കടുത്ത എതിർപ്പുകളുണ്ടായി. അതെല്ലാം അവഗണിച്ച് താൻ പ്രണയിച്ച വ്യക്തിക്കൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കാൻ ഇവർ തുടങ്ങി. ഈ സ്ത്രീയുടെ 3 മക്കളിൽ മൂത്ത കുട്ടി പുതിയ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതും ഈ സ്ത്രീയുടെ നേരെ ജനങ്ങളുടെ കണ്ണു പതിയാൻ കാരണമായി. സ്വന്തം അമ്മയുടെ കൂടെ തുടരാൻ ഒരു കുട്ടി ആഗ്രഹിക്കുന്നില്ല എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഉമ്മയോടൊപ്പം കഴിയാൻ താല്പര്യമില്ലെന്നും സുരക്ഷിതമായി ജീവിക്കാൻ വല്യമ്മയുടെ സംരക്ഷണം വേണമെന്നും ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കുട്ടിയുടെ പരാതിയുടെയും വല്യമ്മയുടെ ആവശ്യപ്രകാരവും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ വിഷയം വിശദമായി പരിശോധിക്കുകയും നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പെൺകുട്ടിയെ താൽക്കാലികമായി അമ്മൂമ്മയുടെ കൂടെ താമസിപ്പിക്കാനുള്ള അനുവാദം നിയമപരമായി നൽകുകയും ചെയ്തു. മക്കളെ തന്നിൽ നിന്ന് മാറ്റിയ സംഭവത്തിൽ ഈ ഉമ്മാക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. തൻ്റെ പുതിയ വിവാഹത്തിനോട് വീട്ടുകാർക്കുള്ള കടുത്ത എതിർപ്പാണ് ഇതിനെല്ലാം പിന്നിലെന്നാണ് ഈ വിവരം കുറിച്ച് കുറവുള്ള ഈ സ്ത്രീ പറയുന്നത്. അതെന്താണെന്നോ? യാതൊരു വെളിവുമില്ലാതെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത് വിവരമുള്ള ആരെങ്കിലും ചെയ്യുമോ? ഇവരുടെ ചാനൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഉമ്മയും മകളും ചേർന്ന് നിന്ന് സന്തോഷങ്ങൾ പങ്കിടുന്ന സ്നേഹപ്രകടനങ്ങൾ. ഇവരുടെ ഒരു വീഡിയോയിൽ ഇവർ പറയുന്നത് തൻ്റെ മകളെ തന്നിൽ നിന്നും അകറ്റിയതാണെന്നാണ്. ഇപ്പോഴത്തെ വിവാഹത്തിൽ വീട്ടുകാർക്കുള്ള എതിർപ്പ് അത് കാരണമാണ് ഇത്തരമൊരു അവസ്ഥ അവർ മെനഞ്ഞെടുത്തതെന്നും. മകൾക്കെപ്പോഴും മൊബൈൽ ഉപയോഗിക്കാനാണ് താല്പര്യം. പഠനത്തിൽ ശ്രദ്ധ കുറവായതുകൊണ്ട് ഒരു ഉമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തോടെ താൻ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുകയും പഠിക്കാത്തതിൽ വഴക്ക് പറയുകയും ചെറിയ രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് താൻ പെറ്റുപോറ്റിയ മകളെ തന്നിൽ നിന്നും അകറ്റിയത് തങ്ങളുടെ വാക്ക് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഒരു മകളെ ഉമ്മയിൽ നിന്നും മനഃപൂർവ്വം അകറ്റി കൊണ്ടുപോയതാണെന്ന് ഇവർ സങ്കടത്തോടെ വ്യക്തമാക്കുന്നു. ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി ചില ഓൺലൈൻ ചാനലുകൾ അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള തലക്കെട്ടുകളോടെ വീഡിയോകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഉമ്മയുടെ പുതിയ ഭർത്താവ് മകളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ചിലർ വ്യൂസിന് വേണ്ടി മാത്രം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. ഈ കേസിൽ ഉമ്മയുടെ പുതിയ ഭർത്താവ് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന തരത്തിലുള്ള യാതൊരു പരാതികളോ തെളിവുകളോ ഇല്ല. കുട്ടിക്ക് ലഭിക്കേണ്ട കൃത്യമായ സംരക്ഷണത്തെയും പരിചരണത്തെയും കുറിച്ച് മാത്രമാണ് പരാതി ഉയർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വല്യമ്മക്ക് കൂടെ വിട്ടത്. ലൈംഗിക അതിക്രമവുമായി യാതൊരു ബന്ധവും ഈ കേസിൽ നിലവിലില്ല. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നാറികൾക്ക് നേരെയെല്ലാം നിയമം കടുത്ത നടപടി തന്നെ എടുക്കണം. റീച്ചിന് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്ത് തമ്മാടിത്തരമാണ്! അതും എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയെ ചേർത്ത് വെച്ച് പന്ന നാറികൾ. ഞാൻ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാണായിരുന്നു സാറ്. സാറ് തിരക്കിലാണ്. ഞാനൊരു യൂട്യൂബറാണ്. ഓക്കെ. മറ്റേ ഈ നജില എന്ന് പറയുന്ന ഒരു കുട്ടിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലേ?
അതില് ഇപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല തലക്കെട്ടുകൾ വരുന്നുണ്ട്, ഇങ്ങനെ അവരെ ഭർത്താവ് ആ കുട്ടിനെ ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ. അതിനെന്തെങ്കിലും വാസ്തവം ഉണ്ടോ സാറ്? ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതെവിടുന്നാ കിട്ടിയത് ഈ ഇൻഫർമേഷൻ? ഇതിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ട് പല ഒരു. എന്താ കാണുന്നേ? ഇങ്ങനെ ഈ ഇവരെ ഭർത്താവ് പുതിയ ഈ നജിലിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അവരെ ആ കുട്ടീനെ ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഒരു തലക്കെട്ടുകളൊക്കെ വരുന്നുണ്ട്. യൂട്യൂബിൽ വന്നോ? യൂട്യൂബിൽ ഇങ്ങനെ 1-2 വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഈ കേസിൽ അത് 1-2 യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോ അവിടെ ഇങ്ങനെ പിന്നെ കുട്ടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ അപേക്ഷ CWCയിൽ ഉണ്ടായിരുന്നു, നൽകിയിരുന്നു. പിന്നെ ഈ കുട്ടിയുടെ നമ്മുടെ നാജിലയുടെ ഉമ്മ, അതായത് കുട്ടിയുടെ അമ്മുമ്മ നൽകിയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. അതുപ്രകാരം അവര് പിന്നെ CWCയിൽ വന്നു. അതിൽ അവർ തീരുമാനമാക്കി പോയിട്ടുണ്ടാവാം. അല്ല, ഈ നമ്പർ നൽകിയ പരാതി